ഹായ് നമസ്കാരം, ഞാൻ സെബിനെറ്റ് എക്സ്പ്ലോറർ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LBSൻ്റെ ഡിപ്ലോമയുടെ തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ, അതുപോലെ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഇനി സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡിപ്ലോമയ്ക്ക് വേണ്ടി ഇനി വരുമെന്നുള്ളതും, അതുപോലെ തന്നെ പുതിയതായിട്ട് കോളേജ് ആഡ് ആയിട്ടുണ്ട്, അത് ഏത് കോളേജാണെന്നുള്ളതും, അതുപോലെ തന്നെ ഇനി ഡിഗ്രി പാരാമെഡിക്കലിനകത്ത് അലോട്ട്മെൻറ്റ് അങ്ങനെയുള്ള വല്ലതും വരാൻ വേണ്ടി സാധ്യതയുണ്ടോയെന്ന് നോക്കിയാണ് ഈ വീഡിയോ വഴി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ദിവസമായി വീഡിയോ ചെയ്തിട്ട് സമയം കാര്യങ്ങളും കിട്ടാഞ്ഞുകൊണ്ടാണ് ചെയ്യാതെ പോയത്. അപ്പം ഇന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോകൾ വരുന്നില്ലല്ലോ എന്ന്. അതാണ് കാര്യം. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം മാക്സിമം നിങ്ങളൊന്ന് ഫ്രണ്ട്സിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും ചാനലൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാമെന്നോട് ഓർപ്പിക്കുന്നു. നമുക്ക് ചാനൽ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുണ്ട്, സെബിനെറ്റ് എക്സ്പ്ലോറർ എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി പേര്. താല്പര്യമുള്ളവരെ കയറി ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാലും മതി. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതിൽ കൂടെ ഓർപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളതിന് വീട്ടിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റ് ലഭിച്ചവർ 9/12/24 മുൻപായി തന്നെ കോളേജിൽ പ്രവേശനം ചെയ്യേണ്ടതാണ്. അത് ഡിഗ്രിയുടെ ആയിരുന്നു, പാരാമെഡിക്കലിൻ്റെ. അപ്പം പാരാമെഡിക്കലിൻ്റെ നേഴ്സിങ്ങിൻ്റെ എല്ലാം അലോട്ട്മെൻറ്റെല്ലാം സീറ്റെല്ലാം ഒരുവിധം എല്ലാം ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും അലോട്ട്മെൻറ്റൊക്കെയാണല്ലോ ഒന്നും അതിനകത്ത് വരുന്നതായിട്ട് അറിയത്തില്ല. പിന്നെ റീഫണ്ട് കാര്യം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. റീഫണ്ട് കാര്യം അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. പ്രവേശനം നടത്താത്തവരുടെ ടോക്കൺ ഫീ കാര്യങ്ങളൊന്നും തിരിച്ച് കിട്ടുന്നതുമല്ല. പ്രവേശനം നടത്തിയിട്ട് പിന്നെ NOC മേടിച്ച് പോയവരുടെയൊക്കെ ടോക്കൺ ഫീ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളൂ. അത് ഈ ആഴ്ച, അതായത് അടുത്ത ആഴ്ചയൊക്കെ തമ്മിൽ അതിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനൊരു പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. റീഫണ്ട് കാര്യം ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അതങ്ങനെയാണ്, അതിനെക്കുറിച്ച് സൈറ്റിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഡയറക്റ്റ് തന്നെ ബാങ്ക് വഴി തന്നെ കയറുന്നതായിരിക്കും. അല്ലെങ്കിൽ സൈറ്റിനകത്ത് തന്നെ അവർ ഇത് ഇടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്താൽ മതി, അതിനകത്ത് തന്നെ വരും. പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ LBSൻ്റെ സെക്കൻഡും തേർഡും അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പോൾ സെക്കൻഡ് നേരത്തെ പബ്ലിഷ് ചെയ്തതാണ്, ഒത്തിരി പേര് കിട്ടിയെന്നൊക്കെ പറഞ്ഞായിരുന്നു. ആദ്യം വെച്ച കോളേജ് തന്നെയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പം അടുത്ത പറയാനായിട്ട് പോകുന്നത്. ഒത്തിരി പേർക്ക് സെക്കൻഡിലൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഫസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ കിട്ടിയിട്ട് പിന്നെ സെക്കൻഡിൽ ആ കോളേജ്, തേർഡിലും ആ കോളേജൊക്കെ വന്നവരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ കോളേജ് തന്നെ കിട്ടാൻ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ കോളേജ് തന്നെ പിന്നെ ഓപ്ഷനകത്ത് ഇരിപ്പുണ്ടല്ലോ, ആ ഓപ്ഷൻ മാറ്റി വെക്കാതെ നിങ്ങൾക്ക് ആ കോളേജ് മാറിപ്പോകുന്നതായിരിക്കത്തില്ലെന്നും കൂടെ ഓർപ്പിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആദ്യം കിട്ടിയ കോളേജ് താല്പര്യമില്ല, അത് പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് വേറെ കോളേജും കാര്യമെല്ലാം കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളൂ. അല്ലാതെ ആ കോളേജ് തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ വേണ്ടി സാധ്യത കാണത്തില്ലെന്നും കൂടെ ഓർപ്പിക്കുന്നു. അപ്പം മൂന്നാം അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ടോക്കൺ ഫീ 16-12-5 PM തന്നെ അടയ്ക്കേണ്ടതാണെന്ന് കൂടെ ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയവരിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫീസ് അടയ്ക്കാത്തവരുടെയൊക്കെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകുന്നതായിരിക്കും. ടോക്കൺ ഫീ അടച്ചിടണം, എന്നാലേ അവർക്ക് സ്പെഷ്യൽ ആയാലും സ്പോർട്ടിനകത്ത് അലോട്ട്മെൻറ്റിനകത്തായാലും വേക്കൻസി ഉണ്ട് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂടെ ഓർപ്പിക്കുന്നു. അപ്പം ഇതിനകത്ത് ഇത്രയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് പിന്നെ ടോക്കൺ ഫീ 10,000 വരുന്നത്. SC/ST കാരുടെ ആണെങ്കിൽ 100 രൂപയാണ് ടോക്കൺ ഫീ എല്ലാം വരുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ എല്ലാം കൂടെ 86,000 രൂപയാകും. പ്രൈവറ്റ്, അതായത് ഗവൺമെൻറ് ആണെങ്കിൽ 27,500. പിന്നെ ടോക്കൺ ഫീയുടെ 10 കൂടെ ആകുമ്പോഴത്തേക്ക്, അത് SC അല്ല പറഞ്ഞ് ബാക്കിയുള്ളവരുടെ 37,500, അല്ലെങ്കിൽ ഒരു 40 രൂപയുടെ അടുത്ത ആവുന്നതേ ഉള്ളൂ ഇവിടെ ഓർപ്പിക്കുന്നു. 4-ാം തീയതി കോളേജ് ആയിരുന്നു, അത് മുത്തൂറ്റ് കോഴഞ്ചേരിയാണ്. ഇപ്പം 12-ാം തീയതി ഇന്നൊരു പുതിയൊരു കോളേജ് ആയിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വേണ്ടി ഇനി അലോട്ട്മെൻറ്റ്, അല്ലെങ്കിൽ 4th 5th അലോട്ട്മെൻറ്റ് വരുവാണെങ്കിൽ അതിന് വേണ്ടിയാണ് അടുത്ത പുതിയ കോളേജ് ആഡായിട്ടുണ്ട്. അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവർക്ക് പഠിക്കുമെന്നും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷനും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും ഇവിടെ ഓർപ്പിക്കുന്നു. ഇതിനകത്ത് കോളേജുകൾ ആഡായിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ക്ഷമിക്കണം, എടുത്തോ മാറിപ്പോവാണ്. മുത്തൂറ്റ് കോഴഞ്ചേരി 4-ാം തീയതി വന്നു കഴിഞ്ഞാണ്. അപ്പം അതിനകത്ത് ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയേഷൻ തെറാപ്പി DRRT, പിന്നെ DR, പിന്നെ DCSST എല്ലാം വന്നിട്ടുണ്ട്. അവിടെ മാനേജ്മെൻറ്റ് സീറ്റാണ്. അതിനകത്ത് വരുമ്പോൾ 55,000 രൂപയോളം ആവുന്നതാണ്. പിന്നെ അടുത്തത് നോക്കാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, അടുത്ത കോളേജ് ഇനി ആഡാകണം. ഈ അപ്രൂവൽ ലിസ്റ്റും കഴിഞ്ഞിട്ട് ഇനി പിന്നെ ഒരു കോളേജ് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടി അവർ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ കോളേജ് പുതിയതായിട്ട് ആഡായി വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് താഴത്തെയാണ് വായിച്ചത്, മനസ്സിലായത്. അത് 12-ാം തീയതി കണ്ടതാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അത് പുതിയതായിട്ട് ഇപ്പം കോളേജ് ആഡായിട്ടില്ല. കോളേജ് ആഡായിരിക്കുന്നത് 4-ാമത്തെയാണ്. അപ്പം കുറച്ച് താമസിച്ച് പോയി നമ്മൾ വീഡിയോകൾ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് 4-ാമത്തെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മുത്തൂറ്റ് കോഴഞ്ചേരി മാനേജ്മെൻറ്റ് സീറ്റ് അപ്രൂവ്ഡ്, അവർക്ക് കോളേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവർ ഇത്രയും ഞാൻ പറഞ്ഞ ആ കോഴ്സിനേക്കെല്ലാം അവർ
എടുക്കുന്നുണ്ട് അഡ്മിഷന് വേണ്ടി സ്റ്റുഡൻസിനെ. അപ്പോൾ അതാണ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം 12-ാം തീയതി ഇപ്പം വന്നിരിക്കുന്ന ഈ കോളേജ് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റാണ്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നൂടെ ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാകുന്നതായിരിക്കും. 7,240 ഫീസ്. പിന്നെ അല്ലാത്തതാണെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജാണ് 27,500. പിന്നെ അടുത്തത് മാനേജ്മെൻറ്റ് വരുമ്പം അതിൽ വെച്ചുകൂടെ കൂടാൻ സാധ്യത 55 ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്പെഷ്യൽ ഫീസ് വരുമ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 7,500 രൂപയൊക്കെ അത് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നതായിരിക്കും ഇവിടെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ കയറി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ള ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി 7 എക്സ്പ്ലോറോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പുതിയ കോളേജ് അപ്രൂവ്ഡ് കോളേജിൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് പുതിയ കോളേജൊക്കെ ആഡ് ആവുകയാണ് നമ്മളത് ഡീറ്റെയിൽ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ടോക്കൺ റീഫണ്ടിൻ്റെ ആയാലും നമ്മളത് വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും ഓർപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.